പ്രധാന അധ്യാപക ഹോസ്റ്റലിൻ്റെ പ്രധാന അധ്യാപക പിടിച്ചു നിർത്തിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പകുതി മുക്കാലും ഞാൻ ക്ലാസ്സിനൊന്നും പോകത്തില്ല, മുഴുവൻ ടൈമും ലൈബ്രറി. ഈ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പിള്ളേരെല്ലാം സിനിമയ്ക്ക് പോകണമെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ടായിരുന്നു പോകുന്നത്. അവരുടെ കണ്ണിൽ ഞാനേ ഉള്ളു ഇത്തിരി ധൈര്യമുള്ളത്. അപ്പോൾ കുട്ടിക്കാലം മുതലേ ഞാൻ ജോലി ചെയ്ത ഒരാളാണ്. കൂട്ടുകാർക്കിടയിൽ ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് മതിലൊക്കെ ചാടി വെളിയിലിറങ്ങി ഭക്ഷണമൊക്കെ വാങ്ങിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഏത് കുരുത്തക്കേടും അവിടെ ഞാനുണ്ടായിരുന്നു. അതുപോലെ പക്ഷെ എന്നെ അവിടുത്തെ പ്രധാന അധ്യാപക ഹോസ്റ്റലിൻ്റെ പ്രധാന അധ്യാപക പിടിച്ചു നിർത്തിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നേരം പിടിച്ചു നിർത്തി നല്ല വഴക്കൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു ഒക്കെ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ കോളേജിൽ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എന്തോ വിട്ടു. ഈ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പിള്ളേരെല്ലാം സിനിമയ്ക്ക് പോകണമെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ടായിരുന്നു പോകുന്നത്. സിനിമയൊക്കെ ഒരുപാട് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഓസിന് പോയി കണ്ടിട്ടുണ്ട്. പൈസ ഞാൻ എടുക്കത്തില്ല, അവരെടുക്കുമായിരുന്നു. അവരുടെ കണ്ണിൽ ഞാനേ ഉള്ളു ഇത്തിരി ധൈര്യമുള്ളത്. പെൺപിള്ളേരെങ്ങനെ സിനിമ കാണാന് അവർ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സൈലൻ്റ് ആയാലും സൈലൻറ്റിനുള്ളിലെ ഒരു എന്താ, നമ്മൾ ചിലരുണ്ടല്ലോ അവർ സൈലൻ്റ് ആയിരിക്കും, പക്ഷെ അവർ ഒരു ധൈര്യശാലികളായിരിക്കും. അപ്പം അങ്ങനെ ഒരു ധൈര്യം അവർക്ക് തോന്നിയിട്ടുള്ളത് എന്നെ ആയിരിക്കണമെന്ന് ഞാനങ്ങ് പറയുകയാണ്. ഇപ്പൊ ഇതൊക്കെ ചെല്ലുന്നുണ്ടെ ആരെങ്കിലുമൊക്കെ അത് മനസ്സിലാക്കും. അവിടുന്ന് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആത്മീയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈനിലേക്ക് എത്തുന്നത്? ആൾക്കാർ മോട്ടിവേഷൻ ആ രീതിയിലേക്ക് മാറുന്നത് എങ്ങനെയാണ്? മോനെ, ഈ ആത്മീയത എന്ന് പറയുന്നത് നിങ്ങൾക്കും ഉണ്ട് ആത്മീയത. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളും കൂടെ സംസാരിക്കുന്നില്ലേ, എന്നെ ഒരു ആത്മീയവാദിയായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ഇമേജ് അത് അവരുണ്ടാക്കിയതാണ് കണ്ണ. അല്ല, അതിലേക്ക് എങ്ങനെയാണ് വന്നത്? ഇങ്ങനെ ഒരു മറ്റൊരു പ്രൊഫഷനിലേക്കും പോകാതെ പഠിത്തം ക്ലാസ്സിൽ, അതായത് പുസ്തകത്തിലെ കാര്യങ്ങൾ എനിക്ക് ഇങ്ങോട്ട് കയറത്തില്ല. പകുതി മുക്കാലും ഞാൻ ക്ലാസ്സിനൊന്നും പോകത്തില്ല, മുഴുവൻ ടൈമും ലൈബ്രറി, പ്രഭാഷണശാലകൾ, അമ്പലം, പള്ളി. അതായത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, പന്തളം അയ്യപ്പൻ്റെ ക്ഷേത്രം. അവിടെ എനിക്ക് മലയാളത്തിലെ സാഹിത്യകാരെക്കാളും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് തോന്നുന്നത് അന്യഭാഷയിൽ ആളുകൾ എഴുതി അവരുടെ ആത്മകഥകൾ വായിക്കാനായിരുന്നു. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആത്മകഥകൾ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഞാൻ കോളേജിൽ പോകുന്നത് കോളേജ് ക്ലാസ്സിലേക്കല്ല, നേരെ ലൈബ്രറി. വീണ്ടും പറയുന്നു, കോളേജിൽ പോകുന്നത് കോളേജിൻ്റെ ക്ലാസ്സിൽ ഞാൻ എണ്ണി പറക്കാവുന്ന ഇതിലേ ഇരുന്നിട്ടുള്ളൂ. അഥവാ അതിനകത്തിൽ പോയി ഇരുന്നാൽ തന്നെ ഞാനിരുന്ന് വല്ല ചിത്രം വരപ്പോ എഴുത്തോ കഥയോ കാണാം, അത്രയേ ഉള്ളൂ. ബാക്കി ഫുൾ ടൈം ലൈബ്രറി, പിന്നെ പ്രഭാഷണശാലകൾ, പിന്നെ ഈ ഇത്തരത്തിലുള്ള ആത്മീയ പ്രഭാഷണങ്ങൾ, പിന്നെ ഈ സ്വതന്ത്ര ചിന്തകരെ, യുക്തിവാദ സംഘടനകളെ, നിരീശ്വരവാദം, ഇങ്ങനെയൊക്കെ പറയുന്നത്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടന്ന ഒരാളാണ് ഞാൻ. ഈ കോളേജ് കഴിഞ്ഞിട്ട് അപ്പം നമുക്കൊരു വരുമാനം വേണം, ജോലി വേണം, അങ്ങനെയൊക്കെ തോന്നി ജോലി ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു? കോളേജ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജോലി ചെയ്ത ഒരാളാണ്. അതേ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ 5ാം തരത്തിൽ പഠിക്കുന്ന 5ൽ 4ലോ അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്ത്, എനിക്ക് അന്ന് എത്ര 5 രൂപയോ 10 രൂപയോ മറ്റോ കിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ അധ്വാനിച്ച കണ്ടമാണ് ഇത്. ഈ കണ്ടം ഇത് നമ്മുടെയല്ല, മറ്റൊരാളുടെയാണ്, വിത്തിടത്തിൽ. അപ്പോൾ കുട്ടിക്കാലം മുതലേ ഞാൻ ജോലി ചെയ്ത ഒരാളാണ്. പിന്നെ എൻ്റെ അപ്പൂപ്പൻ എന്ന് പറയുന്ന ആൾക്ക് എൻ്റെ കുഞ്ഞ് എടുക്കാൻ വയ്യാത്ത ഒരു കല്ലിൽ ഇങ്ങനെ അരച്ച് ചമ്മന്തി അരച്ച് കൊടുത്ത ഒരാളാണ്. അന്ന് മുതലേ ജോലി ചെയ്യുക. അത് വേദന ഒന്നുമില്ല, ജോലി ചെയ്ത്. അപ്പോൾ വേതനം കിട്ടിയത് ഇത് മാത്രമാണ്.
ഇത് വേറൊരാളുടെ ചെയ്തതായതുകൊണ്ട് അതിലെനിക്ക് 5 രൂപ കിട്ടി. പിന്നെ അവിടെ നിന്നും കൊയ്ത്ത്, ചവിട്ട്, മെതി, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള ജോലികൾ ചെയ്തിട്ടുണ്ട്.